യാഹനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതലൊന്നും ഒന്നേക്ക് തന്നെയാണ്. തട്രോഫേത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലക്കൽ കോറപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? പലരുടെയും പൊതുവായ ഒരു അഭിപ്രായം, എല്ലാവരുടെയും അല്ല, ദൈവത്തെ സ്നേഹിക്കാൻ ആളുകൾ വേണം, അതുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ ആളുകളില്ലെങ്കിൽ ദൈവം പൂർണ്ണനല്ല എന്നല്ല എൻ്റെ അർത്ഥം. ദൈവം എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഉണ്മയിലാണ്, അല്ലെങ്കിൽ ഉണ്മകളിലാണ്. അത് സ്വയംഭൂവായപ്പോൾ തന്നെ ഉണ്ട്. പിതാവ് സ്വയംഭൂവായപ്പോൾ തന്നെ പുത്രനും പരിശുദ്ധാത്മാവും, പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുകയും പരിശുദ്ധാത്മാ പിതാവിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായത് അവർ മൂന്നുപേരും പരസ്പരം സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യുക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വർഗം സൃഷ്ടിച്ചു. സ്വർഗങ്ങൾ എന്നൊക്കെ പറയുന്നത്, സ്വർഗങ്ങൾ സൃഷ്ടിച്ചു. കോടിക്കണക്കിന് മാലാഖമാരുണ്ട് സ്വർഗത്തിലെ, അവർ സ്നേഹിക്കാൻ പോണ്ടേ? അപ്പോ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് വേറെ ഒരു പ്രധാന ഉദ്ദേശമുണ്ട്, അത് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് പുറപ്പാട് 3-4 അധ്യായങ്ങളിൽ അത് വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. മോശയെ വിളിച്ച് ഫറവോന്റെ അടുക്കൽ പോകുന്ന കാര്യം സംബന്ധിച്ച് പറയുമ്പോൾ പുറപ്പാട് 3:12 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. ഒന്നുകൂടെ വായിക്കുക. ഈ ജനത്തെ മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ, സീനായി പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്നരുളി ചെയ്തു. ആരാധിക്കാനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. മോശയോട് പറയുന്നത് കൊണ്ടാണ്, എന്നെ ആരാധിക്കുന്നതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ സ്നേഹിക്കാനല്ല. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി കൊണ്ടാണ് ഭൂമി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, അത് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ നാം വിശ്വസിച്ചാൽ ഒന്നുമില്ലായ്മയെന്ന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥമില്ലാതെ വരും. ആ സത്യം അസത്യമായി പോകും. ദൈവത്തെ പറ്റി നമുക്കൊരു ധാരണയില്ല. അപരിമിതനായ ദൈവത്തെ പരിമിതനായി നമുക്ക് വർണ്ണിക്കുവാനോ അല്ലെങ്കിൽ എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്നൊക്കെ പൂർണ്ണമായി അപഗ്രഥിക്കുവാനോ സാധ്യമല്ല. ദൈവം വെളിപ്പെടുത്തി തന്നെ നമുക്ക് കിട്ടുള്ളൂ. സ്വർഗം അല്ലെങ്കിൽ സ്വർഗങ്ങൾ സൃഷ്ടിച്ചതിന് എത്രയോ കാലം ശേഷമാണ് ഭൂമിയെ സൃഷ്ടിക്കുന്നത്. ദൈവം സ്വയംഭൂവായി സ്ഥിതി അനാദിയിലാണ്. പക്ഷെ ഉൽപ്പത്തി 1:1 പറയുന്ന ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അനാദിയിൽ ദൈവം സ്ഥിതി ചെയ്യുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 ഉണ്മകളിലായിട്ട്. 3 ഉണ്മകളെന്ന് പറയാം, അതിന് തെറ്റുപോലെ. ഒരേ സാരാംശത്തിൽ
സ്ഥിതി ചെയ്യുന്ന 3 ഉന്മകൾ. ഒരേ സാരാംശത്തോടെ പറയണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ആളത്തം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, മാലാഖമാരെ സ്നേഹിക്കാം, അപ്പം അത് പോട്ടെ. പിന്നെ എത്ര കോടി കൊല്ലങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അതേവരെ ദൈവം ആരെ സ്നേഹിച്ച്? അമ്മയ്ക്ക് പാല് കൊടുക്കാൻ സാധിക്കാതെ ദുഃഖം അനുഭവിക്കുന്ന കുട്ടിക്ക് അമ്മയ്ക്ക് പാല് കൊടുക്കാൻ സാധിക്കാതെ ദുഃഖം അനുഭവിക്കുന്ന അമ്മയുടെ ആ ദുഃഖത്തിൻ്റെ തീവ്രത, അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള ഒരു തീവ്രതയുമായിട്ടൊന്നും ദൈവത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെയോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ. നമ്മുടെ വഴിയല്ല അവൻ്റെ വഴി, നമ്മുടെ ചിന്തയല്ല അവൻ്റെ ചിന്ത. ആ കാര്യം പോട്ടെ. ഇപ്പോൾ സ്വർഗങ്ങൾ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ദൈവം ആദ്യമേ ചെയ്തിരുന്നത് അനാദിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിനുശേഷം എത്രയോ കോടി കൊല്ലങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അതേവരെ ദൈവം എന്തെടുക്കായിരുന്നു? ദൈവത്തിനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പം അതല്ല, സ്നേഹിക്കാൻ വേണ്ടി. ദൈവം സ്നേഹമാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, സമ്മതിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് ദൈവം സ്നേഹമാണെന്ന് പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം തന്നിൽ തന്നെ പൂർണ്ണനാണ്. നമ്മുടെ സ്നേഹം കിട്ടിയിട്ട് അവന് വലുതാകാരുമില്ല, ചെറുതാകാരുമില്ല. നമ്മൾ സ്നേഹം കിട്ടാത്തതുകൊണ്ട് അവൻ കിടന്ന് തീവ്ര വേദന അനുഭവിക്കുകയാണ് എന്ന വേദന അത് ദാഹിക്കാൻ അങ്ങോട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ തെറ്റാ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ദൈവം പറഞ്ഞല്ലോ, എന്നെ ആരാധിക്കാൻ ഞാൻ അതിനകത്ത് വിട്ടയക്കുക എന്നുള്ളതാണ്, അർത്ഥത്തിലാണ്. ഈ മലയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും, അത് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതിന് അടയാളമാണ്. സ്നേഹിച്ചില്ല എന്ന് വിചാരിച്ച് ദൈവത്തിനൊരു നഷ്ടവും വരാനില്ല, ഒരു ലാഭവും കിട്ടാനില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം ശ്രേഷ്ഠരാകാനാണ്. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം ശ്രേഷ്ഠരാകും. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം ശ്രേഷ്ഠരാകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവനെ സ്നേഹിച്ചാലേ ശ്രേഷ്ഠരാകും. ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നാം ശ്രേഷ്ഠരാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നാം അവനെ സ്നേഹിച്ചാൽ, നാം അവനെ ആരാധിച്ചാൽ, നാം അവനെ സ്തുതിച്ചാൽ നാം ശ്രേഷ്ഠരാകും എന്നോർത്തുകൊള്ളണം. നമ്മുടെ രക്ഷയാണ് അവൻ്റെ പ്രധാന ഉദ്ദേശം. ഞാൻ മക്കളെ സൃഷ്ടിക്കുന്നത് അവരെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവനോടൊപ്പം വസിപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാണ് നമ്മൾ സൃഷ്ടിച്ചത്. അതിനാണ് പുത്രൻ ഇറങ്ങി വന്നത്. സ്നേഹം കൊണ്ടുവന്ന അത് വേറെ കാര്യം. അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് നാം സ്വർഗത്തിൽ അവനോടൊപ്പം എത്തണം. തന്നോടൊന്നിച്ചുള്ള സ്വർഗീയ സൗഭാഗ്യത്തിൽ പങ്കാളികളാക്കുന്നതിന് നമ്മെ സൃഷ്ടിച്ച അതേ സ്നേഹം തന്നെ പരപ്രേരണ കൂടാതെ സ്വയം നമുക്ക് വേണ്ടി ബലിയായി അർപ്പിക്കുന്നതാണ് കുരിശിൽ നാം കാണുന്നത്. സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മെ അവൻ സൃഷ്ടിച്ചത് മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ അവനെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടിയാണ്. ഈ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും കൂദാശകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ സൃഷ്ടിക്കുന്ന അപ്പൻ്റെ ഉദ്ദേശം മക്കളെ സ്വർഗീയ സൗഭാഗ്യങ്ങളാക്കണം. ആ ദൈവത്തിൻ്റെ വഴി. നമ്മുടെ വഴി എന്താ? ഈ ലോകത്തിൽ അനുരൂപപ്പെട്ട് ജീവിച്ച ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉയർന്നിടത്തിൽ പഠിച്ച് മിടുക്കന്മാരായ ധനം സമ്പാദിച്ച് കോടികൾ സമ്പാദിച്ച് വലിയ വീടുണ്ടാക്കി കാറുണ്ടാക്കി അങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹമൊക്കെ.
നമുക്ക് മരണാനന്തര ജീവിതം ഉണ്ടെന്നും അത് സ്വർഗീയ സൗഭാഗ്യത്തിലെത്താറുള്ളതാണ് ഇവിടുത്തെ ജീവിതം എന്നൊക്കെ നാം ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ചിന്തിക്കാവും. സ്വർഗവും നരകവും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ദൈവം സ്ഥിതി ചെയ്യുന്ന അനാദിയിലാണ്, അല്ലെങ്കിൽ സ്വയംഭൂവായത് അനാദിയിലാണ്. ആദിയില്ലാത്ത ആദി, നമുക്ക് നിർണയിക്കുവാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം, സമയത്തിനും കാലത്തിനൊക്കെ അതീതനായി ജനിച്ചു. എന്നാൽ സ്വർഗവും ഭൂമിയും, സ്വർഗവാദ്യം സൃഷ്ടിച്ചു, പിന്നെ ഭൂമി സൃഷ്ടിച്ചു. അതിനൊക്കെ ഒരു കാലമുണ്ടെന്ന് പറയാം. അതായത് സ്വർഗവും ഭൂമിയും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെയും തൃത്വം മാത്രമേ ഉള്ളൂ. തൃത്വത്തിൽ അവർ 3 വ്യക്തികളാണ്. അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, അത് സംശയമൊന്നുമില്ല. പക്ഷെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രൻ ജനിച്ച് മനുഷ്യതുറക പുറപ്പെടുന്നതും എന്ന് പറയാൻ പറ്റില്ല. ആണ് ഞാൻ പറഞ്ഞ ദൈവം തന്നിൽ തന്നെ പൂർണ്ണനാണ്. അതുകൊണ്ട് യാതൊരു വിശേഷതയും നമുക്ക് അവന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവന് നമ്മളെന്തെങ്കിലും കൊടുത്താൽ, സ്തുതി കൊടുത്താൽ, ആരാധന കൊടുത്താൽ നമ്മൾ ശ്രേഷ്ഠരായിത്തീരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമ്മെ സ്നേഹിക്കാനാണെന്നുള്ളത് പൂർണ്ണമായ ഉത്തരവല്ല. ദൈവം അവരോട് പറഞ്ഞ് ഈ പഴം തിന്നാ നീ മരിക്കുന്ന, ഒരു പഴം തിന്നേരെ മരണമാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു മരണമില്ലാതായി, ശാരീരിക മരണവും ആത്മീയ മരണവും ഇല്ലാതായി ഇവൻ വളർന്നു വന്ന സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. മനുഷ്യൻ പാപം ചെയ്തില്ലെങ്കിൽ ഈ പാതാളവും പ്രദേശത്തും ഉണ്ടാവില്ലായിരുന്നു, നേരെ സ്വർഗത്തിലേക്കോ. അപ്പോൾ പല മതങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്, പറഞ്ഞാൽ അവർക്കിട്ട് മനസ്സിലാവില്ല. ഹാനോക്ക് ഏലിയാവ് എടുക്കപ്പെട്ടത് ശരീരത്തോടു കൂടെയാണ്. അത് പർദീസയിലേക്ക് പോയേ, സ്വർഗത്തിലേക്കില്ല. ഇപ്പം മരിച്ച ആത്മാക്കൾ ഇപ്പം സ്വർഗത്തിലേക്കാണ് പോയി. ആത്മാവിന് മാത്രം സ്വർഗമില്ല, ശരീരത്തോടാണ് സ്വർഗമില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ശരീരവും ആത്മാവും യോജിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പലരും പറയണില്ല. പെന്തക്കോസ്തുകാരുടെ പല പ്രശ്നങ്ങളും ഞാനും കുറ്റം പറഞ്ഞതല്ല. തേജസ്കരണം എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജഡരക്തങ്ങളൊക്കെ സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല, അത് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പുതിയ ശരീരം കിട്ടുമെന്ന് പറയുന്നത് എന്തൊരു അക്രമം നോക്കണം. വലിയ വിദഗ്ധന്മാരുണ്ട് ഈ പെന്തക്കോസ്ത് സഭയിൽ. പ്രസംഗിക്കാൻ അവർക്കറിയാവും, വേറെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും അവർക്ക് വിശ്വാസമില്ലാലും അവരത് ചെയ്യില്ല. നല്ലൊരു മാമോദീസ പോലും അവർക്കില്ല. അതുകൊണ്ടേ ഒരു പുതിയ ശരീരം കിട്ടുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞ ഏതൊരു സ്ഥാനത്തിലാണ്. ഈ ശരീരത്തിന് തേജസ്കരണം വരുമെന്നാണ് എൻ്റെ അർത്ഥം. സൂര്യൻ്റെ തേജസ് വരെ, ചന്ദ്രൻ്റെ തേജസ് വരെ ഓരോരുത്തരും കിട്ടുന്ന ആ തേജസ്കരണം വ്യത്യസ്തപ്പെട്ടിരിക്കും. കർത്താവ് മരിച്ചു, അതേ ശരീരം തന്നെയാണ് തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും പുതിയ ശരീരം കിട്ടുമെന്നുള്ളത് അപാകത വരുന്ന അർത്ഥത്തിൽ പഠിപ്പിക്കരുത്. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചത് തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരാധിച്ച് നമ്മെ സ്വർഗത്തിന് അവകാശികളാക്കുന്നതിനാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.